മലപ്പുറം പാണക്കാട്ട് സംസ്ഥാന പാതയിൽ വൻ മണ്ണിടിച്ചിൽ. കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞു വീണു. ആളുകൾ നോക്കി നിൽക്കെ മണ്ണും വെള്ളവും കുതിച്ചെത്തുകയായിരുന്നു. വൻ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്കാണ്. പാണക്കാട് നാടുകാണി പാതയിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞു വിരലുമായി ചേരുന്നു. ജംഷീർ, ഇതെന്തിനാണ് മാധ്യമങ്ങൾ ഈ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയത്? അജിംസ്, നമ്മളാണ് ഈ പ്രദേശത്ത് ആദ്യം വരുന്നത്. അതായത് ഇവിടെ ഇത്തരത്തിൽ മണ്ണിടിയുന്നു എന്നുള്ള ഒരു വിവരം നമുക്ക് ആദ്യം ലഭിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇവിടെ വരുന്നു. ആ സമയത്ത് ചെറിയ തോതിൽ മണ്ണ് ഇടിയുകയായിരുന്നു. ആ മണ്ണ് ഇടിയുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ആദ്യം ലൈവ് നമ്മൾ നൽകുമ്പോൾ ചെറിയ തോതിൽ മണ്ണ് ഇടിച്ചു. ഒരു ഈ സംസ്ഥാന പാതയിലേക്ക് മണ്ണ് പതിച്ചു. പക്ഷെ ആ സമയത്തെല്ലാം തന്നെ വാഹനങ്ങൾ കടന്നു പോയിരുന്നു. ആ സമയത്ത് വാഹനങ്ങൾ കടന്നു പോയിരുന്നു. പ്രത്യേകിച്ച് നാട്ടുകാരുണ്ടായിരുന്നു. ഒരു സൈഡിലൂടെ വാഹനം കടത്തിയിരുന്നു. നമ്മൾ ആദ്യം ലൈവ് നൽകി. രണ്ടാമത്തെ ലൈവ് നൽകാൻ എത്തിയപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് മണ്ണ് പതിക്കുകയായിരുന്നു. രണ്ടാമത്തെ ലൈവ് നൽകി തൊട്ടടുത്ത നിമിഷമാണ് വലിയ ശബ്ദത്തിൽ ഈ മണ്ണ് താഴേക്ക് കുത്തിവലിക്കുന്നത്. ഇവിടെ വേറൊരു വലിയ അപകടം സംഭവിക്കുകയായിരുന്നു. അതായത് ഇപ്പോൾ മറ്റു ഭാഗങ്ങളിലും മണ്ണ് ഇടിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആളുകളെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. വലിയ തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. നേരെ സമീപത്തുള്ള നിരവധി വരുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ തകർത്തുകൊണ്ട് പുഴയിലേക്ക് കല്ലും മണ്ണും മരങ്ങളും പതിച്ചു. ഈ സമയത്ത് നമ്മൾ ഉൾപ്പെടെയുള്ളവർ സമീപത്തുണ്ടായിരുന്നു. തലനാഴിലേക്കാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഒരു മാധ്യമപ്രവർത്തകർ, ഒരു ക്യാമറമാന്റെ ദേഹത്തേക്ക് മണ്ണ് പതിച്ചു. അദ്ദേഹത്തെ വളരെ വേഗത്തിൽ അവിടുന്ന് എല്ലാവരും ചേർന്ന് മാറ്റുകയായിരുന്നു. ഒരു സ്കൂട്ടർ ആ മണ്ണിനടിയിൽ പെട്ടു. പിന്നീട് അത് എടുത്തു മാറ്റുകയായിരുന്നു. ഇപ്പോൾ അവിടെ വലിയ തരത്തിൽ മണ്ണ് ഇപ്പോഴും ആ ഭാഗത്ത് ഒലിച്ചിറങ്ങുകയാണ്. അതുകൊണ്ട് അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ്. നേരത്തെ നമ്മളെല്ലാവരും അവിടെ പോയിരുന്ന ആ സമയത്ത് മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ടാണ് മണ്ണ് പൂർണ്ണമായും താഴേക്ക് പതിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ഞെട്ടലിലാണ് എല്ലാവരും ഉള്ളത്. ആ മണ്ണ് പതിച്ചത് നേരെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ തകർത്തുകൊണ്ടാണ്. ഈ ഇലക്ട്രിക് പോസ്റ്റിൽ സമീപത്തിൽ ഓട്ടോറിക്ഷയിലേക്ക് വീട് അപകടം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ എല്ലാം ആളുകളുണ്ടായിരുന്നു. പക്ഷെ ആർക്കും തന്നെ നിലവിൽ പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള മനസ്സിലാകുന്നത്. നമ്മുടെ ഒരു ക്യാമറമാൻ, മറ്റൊരു മാധ്യമസ്ഥാപനത്തിലെ ക്യാമറമാൻ ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഇപ്പോൾ ഇവിടുന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആളുകളെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റുകയാണ്. നാടുകാണി പരപ്പനങ്ങാടി സംസ്ഥാന പാതയിലെ പാണക്കാടിനും അടുത്ത്, അതായത് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് സമീപം പാണക്കാടിനും അടുത്തുള്ള എടൈപ്പാലം എന്ന് പറയുന്ന പ്രദേശത്താണ്. പാണക്കാടിനും സമീപത്തുള്ള ഈ പ്രദേശത്താണ് ഇപ്പോൾ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ലാത്തൊരു പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ഇക്കാര്യം ജിയോളജി വകുപ്പിൽ നിന്ന് അനുമതിയുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ നമ്മോട് പറയുകയുണ്ടായി. ഏതായാലും വലിയൊരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. കൂടുതൽ മണ്ണ് ഇപ്പോൾ താഴേക്ക് പതിക്കുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ നിന്ന് പൂർണ്ണമായും മാറ്റുകയാണ്. കാരണം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം. കാരണം ഈ വെള്ളവും ചെളിയും മണ്ണും എല്ലാം തന്നെ കുത്തിയൊലിച്ച് വരുന്നതോടുകൂടി അത് വലിയ അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ നിരവധി വൈദ്യുതി കമ്പികളൊക്കെ തന്നെ റോഡിൽ തകർന്ന് കിടക്കുകയാണ്. അതും കൂടുതൽ അപകടത്തിലേക്ക്, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിച്ചുകൊണ്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല. അതുകൊണ്ട് ഒരല്പമല്ല, കൂടുതൽ മാറി നിൽക്കേണ്ടതുണ്ട്. അത്രയും വലിയ ഒരു അപകടം തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി ആ ഭാഗത്തേക്ക് ഒട്ടും പോകാൻ കഴിയില്ല. നേരത്തെ ഭാഗികമായി വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. പക്ഷേ പിന്നീട് ആദ്യം ചെറിയ രീതിയിൽ പൂർണ്ണമായും റോഡിലേക്ക് ചെളി ഒഴുകിയെത്തി. അതോടുകൂടി തന്നെ നാട്ടുകാരും പോലീസും ഇടപെട്ട് വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നു. ഇപ്പോൾ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ നമ്മളൊപ്പം ചേരുകയാണ്. ചെയർപേഴ്സൺ, ഇത് അനുമതിയില്ലാതെ നടത്തിയതാണ് തോന്നുന്നു. നമുക്കറിയില്ല ഇത് അനുമതി ഉണ്ടോ ഇല്ലയെന്ന്. നഗരസഭയിൽ ജനപ്രതിനിധികളുടെ മീറ്റിംഗ്, നഗരസഭാ കൗൺസിൽ യോഗത്തിലല്ല ഇതിന് അനുമതി കൊടുക്കുന്നത്. ഇത് നോംസ് പ്രകാരം ഇതിന്റെ നോംസ് ഒക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. നമ്മൾ അതിനെ കൺട്രോൾ
ചെയ്യുക, മോണിറ്റർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ജിയോളജി വകുപ്പിന്റെ അനുമതി നമ്മൾക്ക് അറിയില്ല. നമ്മളല്ലല്ലോ ജിയോളജി വകുപ്പിന്റെ അവരല്ലേ കൊടുക്കുന്നത്. 3000 സ്ക്വയർ ഫീറ്റ് താഴെയാണെങ്കിൽ നഗരസഭക്ക് മണ്ണെടുക്കാൻ കൊടുക്കാം, നഗരസഭ ബിൽഡിംഗ് പെർമിറ്റും കൊടുക്കാം. ഇതാണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും മിനിസ്റ്റർ ആരായാലും വേണ്ടില്ല, കർശനമായിട്ട് നടപടിയെടുക്കാൻ ഇപ്പോൾ കളക്ടർക്ക് നേരെ രാവിലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു നിലക്കും വഴിവിട്ടത് നഗരസഭ ചെയ്യില്ല, ഞങ്ങൾ ഒരിക്കലും അതിന് കൂടെ നിൽക്കില്ല, അത്രേ ഉള്ളൂ. ഇത് അനധികൃതമാണെങ്കിൽ എന്താണ് നടപടി ഉണ്ടാവും? തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. മുഖം നോക്കാൻ നടപടിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നഗരസഭ ഒന്നടങ്കം കൗൺസിൽ യോഗമല്ല, നമ്മൾ ജനപ്രതിനിധികൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജിയോളജിയിൽ കൊടുത്ത ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തു?